നല്ല പടം, നല്ല പടം, നല്ല രീതിയിലാണ്, നല്ല സബ്ജക്റ്റാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നല്ല സബ്ജക്റ്റാണ്, നല്ല രീതിയിൽ അതിൻ്റെ ഡയറക്ഷനും ഒക്കെ വന്നിട്ടുണ്ട്. നല്ല കാസ്റ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി. അങ്ങനെ കൂടുതൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി. ഓക്കെ, താങ്ക് യു. പടം ഇഷ്ടം, നന്നായി. എങ്ങനെയാണ്? നല്ല ഫിലിമാണ്. ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫിലിം. താങ്ക് യു. അടിപൊളി സിനിമയായിരുന്നു, കൊള്ളാം, മാതൃകയായി പടം. നന്നായി, നല്ല പടം, നല്ല പടം, നല്ലത് മാത്രമേ പറയാനുള്ളൂ. എല്ലാ ഓഡിയൻസിനും കാണാൻ പറ്റുന്ന, എല്ലാ ഓഡിയൻസിനും കാണേണ്ട പടമാണ്. ഒരുപാട് നല്ല മെസ്സേജുള്ള പടമാണ്. നല്ല സിനിമ, നല്ല സിനിമ, അടിപൊളി സിനിമ, നല്ല കോമഡി സിനിമയാണ്. ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം സംസാരിക്കുന്നുണ്ട്. രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ കേട്ടോ. അപ്പം എല്ലാ സിനിമകളും ഹിറ്റല്ല, അതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമയും നന്നായി പോകുന്നൊരു സിനിമയാണ്. നല്ല അടിപൊളി. കിട്ടുന്നുണ്ട്. അത് ഭയങ്കര കോമഡി രീതിയിലൂടെ പറഞ്ഞുള്ളത്, പക്ഷേ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് സംസാരിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അതായത് സാധാരണ ഇതുപോലെ പടം കണ്ട് ഇറങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും മുങ്ങിപ്പോവാറാണ് ഇപ്പോൾ അത്. പക്ഷേ ഇത് പറയണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ളതുകൊണ്ട് പറയണം. വളരെ ബ്യൂട്ടിഫുൾ മൂവി, വളരെ ചെറിയ സ്റ്റാർ കാസ്റ്റാണ്, പക്ഷെ നല്ല പടമാണ്. എല്ലാവരും എന്താ പറയുക, വളരെ ക്യൂട്ട്, എന്താ പറയുക, വളരെ ബ്യൂട്ടിഫുൾ മൂവിയാണ്. അത് നിങ്ങൾ കണ്ടില്ലേ? കണ്ടോ ഇല്ലയോ? അപ്പോൾ നിങ്ങൾ കാണും, നല്ല പടമാണ്. നല്ല സിനിമയായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. പറയട്ടെ, അതില്ലേ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം നമ്മളെല്ലാവരും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെ കടന്നുപോകും. കാരണം നമ്മളെ ഈ സിനിമ ഉണ്ടാക്കിയതിൻ്റെ സൃഷ്ടാവ് 2 ദിവസം മുന്നേ നമ്മൾ വിട്ടുപോയി. പക്ഷേ നിസാമിൻ്റെ കൂടെ പടം കാണണമെന്നായിരുന്നു നമ്മളൊക്കെ ആഗ്രഹം. പക്ഷേ നിസാം നമ്മളെ വിട്ടുപോയി. പക്ഷേ നിസാമിൻ്റെ ആത്മാവിന് സന്തോഷമാവുന്നുണ്ട്. കാരണം ഈ കണ്ടിറങ്ങിയ എല്ലാ മനുഷ്യന്മാരും ഈ പടം കണ്ട് കൈയടിച്ചിട്ടാണ് ഇറങ്ങിയത്. എല്ലാവരും ചിരിച്ച് കൈയടിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ നിസാബ് എന്താണോ ആഗ്രഹിച്ചത് ആ പടത്തിലൂടെ ഇത് കാണിച്ചു തന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എനിക്ക് ഉറപ്പുണ്ട് ഓരോ മലയാളി ഇത് ഏറ്റെടുക്കുന്നില്ല. കാര്യം കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല, വല്ലാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത്. ബാക്കി ഇവരൊക്കെ പറയും. ഞങ്ങൾ ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. നിസാമിക്ക മിനിഞ്ഞാന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷോക്കിലാണ് ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞത്. പിന്നെ നിസാമിക്കൊക്കെ ആഗ്രഹം ഞങ്ങൾ ഈ പടം ഇനിയും തള്ളാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്യാനും തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും ആ ഒരു ഓർമ്മയിൽ തന്നെയാണ് ഞങ്ങൾ സിനിമ കണ്ടത്. ഓഡിയൻസ് കൈയടിച്ചു സിനിമ കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും എല്ലാവരും കണ്ട് അറിയിക്കും എങ്ങനെയുണ്ട്. താങ്ക് യു. സന്തോഷമായി കണ്ടപ്പോൾ, സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ. നിസായ്ക്ക് മിസ് ചെയ്യുന്നുണ്ട്. നിസായ്ക്ക് കൂടെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ പുള്ളി ഉണ്ട് നമ്മുടെ ഒപ്പം. അത് ഫീൽ ചെയ്തു. വേറൊന്നും പറയാനില്ല. കാണുക, വളരെ നെഗറ്റീവായിട്ടൊന്നും സംസാരിക്കാനില്ല. സന്തോഷത്തോടെ കാണുക. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇതിലോട്ട് പുള്ളിയും. താങ്ക്സ് എ ലോട്ട്. എല്ലാ സപ്പോർട്ടും താങ്ക്സ് എ ലോട്ട്. പിന്നെ നമ്മുടെ ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്ത എല്ലാ ടീമിനും വളരെ വലിയൊരു നന്ദി. താങ്ക് യു. നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള നിസാമിക്കയുടെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള നിസാമിക്കയുടെ വേർപാടിൽ മുൻപിലാണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ശരിക്കും നിസാമിക്ക ഈ സിനിമ കാണാനായിട്ട് കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു.
അദ്ദേഹം ഇല്ലാതെ കൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമ ഇപ്പോൾ ഇവിടെ കാണാനെത്തിയിരിക്കുന്നത്. അതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളിപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും സിനിമയുടെ പേരിൻ്റെ പ്രശ്നങ്ങളും. അതുപോലെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നിട്ടാണ് ഈ സിനിമ ഇവിടെ നിന്ന് എത്തിയത്. ഈ സിനിമ കണ്ടിട്ട് ഇപ്പോൾ ഇനി എല്ലാവരും അഭിപ്രായം പറയുക. ഇനി ഇത് പ്രേക്ഷകർ കാണണം, പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തണം എന്നാണ് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും സിനിമ കാണുക, അഭിപ്രായം പറയുക. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.